ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ഇൻവൊക്കേഷൻ പ്രെയർ പറഞ്ഞിട്ട് തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാധുദൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജഗൽപതരോഹിസ്തേ കൃപാ സിന്ധോഭയ വിച്ഛപദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ രാമ ഹരേ ഹരേ ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ നിതായ് ഗൗര ഹരി ബോൽ ഗൗരപ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ഓം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃച്ചാചാര്യ അഷ്ടോത്തര ശതക ശ്രീ വെങ്കടേശ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रा मैया सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे हरि हरि बोल. हरे कृष्ण. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. हरे कृष्ण. श्री ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 4 ശ്ലോകം 231. ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങൾ. ശ്ലോകം 231. സിദ്ധാന്ത ഗൂഢ കാഹിതേനായൂയായ നാ കാഹിലേ കേഹായി ഹര അന്തനാഹി പായ. ഈ സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ പൊതുവായി പരസ്യപ്പെടുത്തുവാൻ യോജിച്ചതല്ല. പക്ഷേ ഒട്ടുമേ വെളിപ്പെടുത്താതിരുന്നാൽ ആരും അവ മനസ്സിലാക്കുകയുമില്ല. ഇപ്പോ രാധാ പ്രേമം, അതിന്റെ മഹത്വം, ആ പ്രേമത്തിലൂടെ ശ്രീ രാധാറാണിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഭഗവാനിലുള്ള അതിശയകരമായ ഗുണങ്ങൾ, അതുപോലെ ഭഗവാന്റെ പ്രേമത്തിന്റെ മാധുര്യം ബോധ്യമാകുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന പരമാനന്ദം സ്വയം മനസ്സിലാക്കുവാൻ ഇച്ഛിച്ച ഭഗവാൻ ഹരി ശ്രീരാധയുടെ ഭാവവികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ശ്രീമതി സചീദേവിയുടെ ഗർഭത്തിൽ നിന്ന് ആവിർഭവിച്ചു. സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ. അപ്പോ ഇതാണ് സിദ്ധാന്തം. ഈ സിദ്ധാന്തം ആക്ച്വലി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല. സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ഇത് പൂർണ്ണമായും വെളിപ്പെടുത്താനും കഴിയില്ല. കാരണം എന്താണ്? അവർക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഇന്നത്തെ ലോകം, ഭൗതിക ലോകം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഭൗതികതയുടെ കയങ്ങളിൽ അഥവാ ഭൗതിക ഇന്ദ്രിയ സുഖ ഭോഗങ്ങളുടെ പിന്നാലെയാണ്. അപ്പം നമ്മുടെ എന്താ പറയാ, വേദങ്ങളിലൂടെയും അതുപോലെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങളിലൂടെയും ഭഗവാനെ കുറിച്ചും ഭഗവാൻ സ്വയവും ഭഗവാന്റെ ലീലകളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലാവട്ടെ രാധാറാണിയെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ആർക്കും അത് മനസ്സിലാക്കാനുള്ള ശേഷിയും ഇല്ല. കാരണം ഗോപികമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സമൂഹമാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ടാണ് സുഖദേവ ഗോസ്വാമി മനഃപൂർവ്വം അതിനെക്കുറിച്ച് വെളിപ്പെടുത്താതിരുന്നത്. വേദങ്ങളിലെല്ലാം ഉറഞ്ഞു കിടക്കുന്നതാണ് രാധാപ്രേമം അല്ലെങ്കിൽ രാധാ തത്വം എന്ന് പറയുന്നത്. കാരണം വേദങ്ങൾ എന്ന് പറയുന്നത് തന്നെ അത് ഒളിഞ്ഞിരിക്കുകയാണ്. വേദം എന്ന് പറയുന്നത് തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. അതാണ് അതിനകത്ത് രാധാറാണി ഉണ്ടെങ്കിൽ പോലും അതിനെ പാലിനകത്ത് വെണ്ണ അടങ്ങിയിരിപ്പുണ്ട്. പക്ഷെ അത് നമ്മൾ ചേൺ ചെയ്ത്, അതായത് അത് മഥനം ചെയ്ത് വേണം എടുക്കാൻ. അപ്പൊ അതേപോലെയാണ് വേദങ്ങളിലൊക്കെ അതിനെ വേണ്ട രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് അതിനകത്ത് രാധാതത്വം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഈ സമൂഹത്തിന് രാധാതത്വത്തെ ആരും വെളിപ്പെടുത്തി കൊടുത്തില്ല. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. അദ്ദേഹം ശ്രീ രാധാതത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലുള്ള അടങ്ങിയിരിക്കുന്നതാണ് ശ്രീ രാധ. ഹരേ എന്ന ആ വാക്കിലൂടെ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രാധാറാണിയെ നമ്മൾ വിളിക്കുകയാണ് ആദ്യമായിട്ട്. രാധാറാണി, അല്ലയോ രാധ, അല്ലെങ്കിൽ അല്ലയോ ഭഗവാന്റെ അന്തരംഗ ശക്തി രാധാറാണി, ഭഗവാനെ, കൃഷ്ണ അല്ലെങ്കിൽ രാമ, ദയവ് ചെയ്ത്
ഞങ്ങളെ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടുത്തണേ. അപ്പൊ ഇതൊക്കെ സിദ്ധാന്തങ്ങളാണ്. അതായത് രാധാ റാണി എന്ന് പറയുന്നത്, രാധാപ്രേമം, അതിന്റെ മഹത്വം, ആ പ്രേമത്തിലൂടെ രാധാറാണിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അതിശയകരമായ, അതായത് ഭഗവാന് എപ്പോഴാണോ ആസ്വദിക്കാൻ തോന്നുന്നത്, അപ്പൊ അത് ഭഗവാൻ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? രാധാറാണിയിലൂടെയാണ്. രാധാറാണി ആസ്വദിക്കുന്നതോ ഭഗവാനിൽ കൂടിയാണ്. മാധുര്യം, അതായത് നമ്മളെ രസങ്ങൾ, 5 രസങ്ങൾ പറയുന്നതിനകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രസം എന്ന് പറയുന്ന മാധുര്യ രസമാണ്. അപ്പം ഭഗവാന്റെ പ്രേമത്തിന്റെ മാധുര്യം ബോധ്യമാകുമ്പോഴാണ് രാധാറാണിക്ക് പരമാനന്ദം അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ്, ഇതൊന്നും പരസ്യമായിട്ട് വെളിപ്പെടുത്താൻ യോജിച്ചതല്ല. കാരണം പക്ഷെ വെളിപ്പെടുത്താതിരുന്നാലോ ആർക്കും അത് മനസ്സിലാകത്തുമില്ല. മനസ്സിലാകാനില്ല പറഞ്ഞില്ല, വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ, കാരണം ഇതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആചാര്യന്മാര് മാത്രമാണ്. അപ്പൊ ആചാര്യന്മാര് നമ്മൾക്കത് വെളിവാക്കി തന്നത് കൊണ്ടാണ് നമുക്കിത് വായിക്കാനും അത് ശ്രവിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതി, നമുക്കായാലും ഇതിന്റെ തത്വങ്ങളൊന്നും മനസ്സിലാകില്ല. അതാണ് ശ്രീല പ്രഭുപാദ രാസലീല വർണ്ണിക്കാൻ പറയുമ്പോൾ പറയും, എനിക്കതിന് യോഗ്യതയില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാരാണ് അവരാണ് യോഗ്യതയുള്ളവര്. ശ്രീല പ്രഭുപാദ് കൂടുതലും രാസലീലയെ കുറിച്ചൊന്നും അധികം വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അധികം വർണ്ണിച്ചിട്ടില്ല. കാരണം അതിനെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. നമ്മൾ ദാസന്മാരാണ്, ഭഗവാന്റെ ദാസന്മാരാണ്. നമ്മൾ ഭഗവാന് സേവ ചെയ്യുക. അങ്ങനെ സേവ ചെയ്ത് 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 പരിശുദ്ധിയുടെ ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധിയുടെ തലത്തിലെ ആ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ, അപ്പം മറ്റ് ഈ ശ്രീല പ്രഭുപാദ് നമ്മുടെ ഗൗഡീയ മഠത്തിലുള്ളവരായാലും മറ്റ് സന്യാസിമാരൊക്കെ തന്നെയും രാധാ തത്വം അല്ലെങ്കിൽ ഈ രാധാഭാവം ഒക്കെ അവര് മറ്റുള്ളവർക്ക് വളരെ പറഞ്ഞു കൊടുക്കും അവര്. കാരണം എന്ന് വെച്ചാ അവര് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം രാധാറാണിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ആസ്വദിക്കാം. ആ ഗോപീഭാവം നമുക്ക് വരും. വളരെ ഈസി ആയിട്ടൊന്നും വരുന്നതല്ല ഗോപീഭാവം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ദാസരാകുക ഭഗവാന്റെ, അതേ നമുക്ക് പറഞ്ഞുള്ളൂ. കാരണം ഗോപീഭാവം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ആ ഒരു തലമെന്ന് പറയും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് ഗോപീഭാവം. അതാണ് രമ്യ കച്ചിത് ഉപാസന വ്രജവധു, അവരുടെ ഉപാസനയാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ആരാധന അഥവാ ഉപാസന. അപ്പം അതുകൊണ്ട് ഇപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക്, വിശേഷിച്ച് കലിയുഗത്തിലെ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. ഈവൻ കലിയുഗത്തിലായാലും ഏത് യുഗത്തിലായാലും മായാവാദികളും ബ്രഹ്മവാദികളും അവരെയൊക്കെയാണ്. പക്ഷെ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മാവിനെ മാത്രം, അല്ലെങ്കിൽ എന്താ പറയാ ഭഗവാന് നിരാകാരവാദികൾ, അങ്ങനെ പല മായാവാദികൾ, അങ്ങനെ ശൂന്യവാദികൾ, അങ്ങനെ പലതരത്തിലാണ് ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാക്കാൻ കൊടുക്കാൻ, രാധാ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ടാണ് ഈ നമ്മുടെ ചൈതന്യ ഭഗവാൻ അല്ലെങ്കിൽ ചൈതന്യ ദേവൻ അദ്ദേഹം ഭൂമിയിൽ വന്നത് തന്നെ ഈ രാധാഭാവത്തിൽ. അദ്ദേഹം ഭൗതിക ലോകത്ത് കലിയുഗത്തിന്റെ, വിശേഷിച്ച് കലിയുഗം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട ഒരു യുഗമാണ്. എന്നാൽ പോലും അദ്ദേഹം വന്നത് ഈ കലിയുഗത്തിലെ ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെ? അപ്പോ ഈ തത്വങ്ങളൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കി അതിനാണ് പിന്നീട് ആചാര്യന്മാര് ശ്രീല പ്രഭുപാദയെ പോലുള്ള നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുള്ള നമ്മളെ പോലുള്ള കലിയുഗത്തിലെ സന്തതികൾക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിൽ അത് ലളിതമായ വർണ്ണനകളോടുകൂടി അത് എന്താ പറയാ അതിനു വേണ്ടിയുള്ള ആചാര്യന്മാര് ഭൂമിയിൽ ഭഗവാന്റെ നിയോഗത്താൽ എത്തിയതും. അപ്പൊ അതാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്, അത് വെളിപ്പെടുത്താതിരുന്നാലോ അത് ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അപ്പൊ വെളിവാക്കി കഴിഞ്ഞാൽ വെളിവാക്കുന്നത് തന്നെ യോജിച്ച രീതിയല്ല. കാരണം എന്ന് അത് അത്രയും ഉത്കൃഷ്ടമായ തത്വമാണ്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അവരതിനെ വേണ്ട രീതിയിൽ അതിനെ സ്വീകരിക്കില്ല. അവര് പല രീതിയിൽ അതിനെ, ഇപ്പൊ തന്നെ ഭഗവാന്റെ രാസലീലയെ, അതിന്റെ രാസനൃത്തത്തെയൊക്കെ വളരെ മോശമായ രീതിയിൽ പോലും വർണ്ണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇത്രയും ഉന്നതമായിട്ടുള്ള ഈ തത്വം, രാധാ തത്വം അല്ലെങ്കിൽ രാധാ പ്രേമം എന്നൊക്കെ പറയുന്ന അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും യോഗ്യതയുള്ളവരുടെ മുന്നിൽ മാത്രമേ ഇത് നമ്മള് പറഞ്ഞു കൊടുക്കാവൂ.
അഥവാ തീരെ പറയാതിരുന്നാലും ആൾക്കാർക്കും ലോകം അറിയില്ല. അറിയണം. അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് അവരുടെ രീതിയിൽ പോകാം. ആ രീതിയാണ്. കാരണം എന്ന് വെച്ചാൽ രാധാതത്വം എന്ന് പറയുന്ന അത്ര ഉത്കൃഷ്ടമായ തത്വമാണ്. രാധാറാണി ആരാണെന്ന് നമുക്കറിയില്ല, രാധാറാണിയുടെ തത്വം എന്താണെന്നറിയില്ല. ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള പ്രേമത്തിന്റെ എന്താ പറയാ ആ നിഗൂഢത എന്താണെന്ന് അറിയില്ല. നമ്മൾ പുറമേ നമുക്ക് ഭൗതിക ലോകവും ഭൗതിക ചിന്താഗതികളും ഭൗതികമായ വീക്ഷണവും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ട് കാണരുത് ഭഗവാൻ. അപ്പം അതുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവതവും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മള് ചൈതന്യ ചരിതാമൃതം മനസ്സിലാക്കാൻ പാടുള്ളൂ. അന്നേരം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതാണ് ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതം കഴിഞ്ഞിട്ടാണ് അതിലെ തത്വങ്ങൾ കുറെയൊക്കെ ഉൾക്കൊണ്ട് ഭഗവത് ഭക്തിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതമൊക്കെ നമുക്ക് അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി എന്ന് പറയുന്ന അതാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ആചാര്യന്മാരുടെ ശ്രീല പ്രഭുപാദിന്റെയും നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ കേൾക്കാനെങ്കിലുമുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ശ്ലോകം 232. അതയേവ കഹി കിച്ചു ഖരീന നിഗൂഢ ബുദ്ധിരശിക ഭക്തന ബുദ്ധിവേ മൂഢ. അതുകൊണ്ട് അവയുടെ സാരം മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവ പ്രതിപാദിക്കാം. അങ്ങനെയായാൽ പ്രേമി ഭക്തന്മാർക്ക് അവ മനസ്സിലാക്കാൻ കഴിയും, മൂഢന്മാർക്ക് കഴിയുകയുമില്ല. ഇപ്പം കലിയുഗത്തിൽ എല്ലാം കൂടുതലും മൂഢന്മാരാണ്. അതുകൊണ്ടാണ് ദ്വാപരയുഗത്തിൽ പോലും ഭഗവാൻ പറഞ്ഞത് അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതാഹ. അതായത് മൂഢന്മാര് മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ ഒരു മനുഷ്യനാണല്ലോ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ, അത് ഒരാളിന്റെ ഗർഭത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് ദൈവമാണ്, ഈശ്വരനാണ് എന്ന്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നൊക്കെ പറയാൻ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അവയുടെ സാരം, അതായത് നമുക്ക് അത് അത്രമാത്രം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പിന്നെ പ്രേമി ഭക്തന്മാരുണ്ട്. പ്രേമി ഭക്തന്മാരെന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനോട് കുറച്ചൊക്കെ ഉള്ളിൽ നിന്ന് ഹൃദയശുദ്ധിയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ചൊക്കെ ഭഗവാനോടൊരു സ്നേഹം അല്ലെങ്കിൽ ആ പ്രേമം ഉണ്ടാകും ഭഗവാനോട്. ചില ആൾക്കാർ ഗുരുക്കന്മാരെ സ്വീകരിക്കാത്തവര് പോലും എന്തോ ഒരു അജ്ഞാത സുഹൃതിയാൽ അവർക്ക് ഭഗവാനോട് ഭയങ്കര സ്നേഹം, ഭയങ്കരമായിട്ടുള്ള പ്രേമം, ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ ഭഗവാനെ അത്രമാത്രം ആരാധനയുണ്ടാകും. അപ്പൊ വൃന്ദാവനത്തിലെ ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വൃന്ദാവനത്തിൽ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും രാധേ രാധേ എന്നാണ് പറയുന്നില്ലേ. നമ്മളിവിടെ പറയാത്ത എന്താ? കാരണം എന്താണ്? കാരണം വെച്ചാൽ അവരുടെ ഗുരു എന്ന് പറയുന്നത് രാധാറാണി അല്ലെങ്കിൽ ഭഗവാനാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് ഗുരുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരമ്പരയോ അല്ല അവർക്കുള്ളത്. അവര് ഡയറക്റ്റ് ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് അവർക്ക് ആ രാധാഭാവം, ചില ആൾക്കാരുണ്ട് അവിടെ സഹജിയാസ് എന്ന് പറയുന്ന പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഈ ഗോപീഭാവത്തിൽ എപ്പോഴും അവര് ചിലപ്പോ ഗോപികമാരുടെ തരത്തിലെ വേഷം ധരിച്ച് അവര് ഭഗവാനെ ആരാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവർ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യവും ഭഗവാനും അല്ലെങ്കിൽ രാധാറാണി ആയിരിക്കാം. എന്നാൽ പോലും ശ്രീല പ്രഭുപാദ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതാണ്. കാരണം നമ്മൾ സാധാരണ ഇപ്പം വ്രജവാസികളെ സംബന്ധിച്ചിടത്തോളം ആൾറെഡി അവര് ഭഗവാന്റെ തന്നെ സ്വന്തം ആൾക്കാരാണ്. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാര് നമ്മൾ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൃഷ്ണൻ ആരാണെന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഭഗവത്ഗീത പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോഴാണ് അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കൃഷ്ണൻ സ്വയം വെളിപ്പെടുത്തിയത് ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി തന്നു നമുക്ക്. അപ്പൊ അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ശ്രീമദ് ഭഗവത്ഗീത കേട്ടതിന് ശേഷവും അല്ലെങ്കിൽ ഭഗവത്ഗീത വർഷങ്ങൾ പോലും പഠിച്ചതിന് ശേഷവും ഭഗവാൻ ഇരിക്കുന്ന ആളല്ല ഭഗവാൻ, അതിന് വേറെ ആരോ ഉണ്ട്, അത് പരമസത്യമാണ്, ഇത് മനുഷ്യരൂപത്തിൽ അവതരിച്ചയാൾ. അപ്പൊ അങ്ങനെ പല വിധത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ശാസ്ത്രത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയാ ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവത് കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആൾക്കാർ വെച്ചു പുലർത്തുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അങ്ങനെ കുറെ വൈരുദ്ധ്യങ്ങൾ അവര് പെറുക്കിയെടുക്കുന്നുമുണ്ട്. എന്നാൽ പോലും പക്ഷേ
പരിശുദ്ധരായിട്ടുള്ള ഭക്തരുണ്ട്. ഭഗവാൻ ആ പരിശുദ്ധിയാണ് വേണ്ടത്. ഭഗവാൻ നമ്മളെ ശുദ്ധീകരിച്ച് ഭഗവാന്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ ഭഗവാന്റെ യഥാർത്ഥ നില മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആചാര്യന്മാര് അതിനെ കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ ഭഗവത്ഗീത നേരിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നമുക്ക് പ്രഭുപാദ് അദ്ദേഹം എന്താണ് വളരെ ലളിതമായ രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ നൽകി, ഭാവാർത്ഥം നൽകി അദ്ദേഹം നമ്മുടെ മുന്നിൽ അത് സമർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ശ്രീമദ് ഭാഗവതം, അതേപോലെ ശ്രീ ചൈതന്യ ചരിതാമൃതം. അപ്പം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഗ്രന്ഥകർത്താവ് അത് അദ്ദേഹത്തിനും അറിയാം ഈ ലോകം ഇത് പൂർണ്ണമായും സ്വീകരിക്കത്തില്ല എന്ന്. പക്ഷെ മനസ്സിലാക്കി കൊടുക്കേണ്ട അദ്ദേഹത്തിന്റെ കടമയാണ്. കാരണം ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. ഭഗവാൻ അവതരിച്ചു. അത് എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ശ്രീമതി രാധാറാണി ആരാണ്? കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കിയാൽ അത്രയും പേര് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോന്നെങ്കിൽ അതിൽ ഞാൻ ചാരിതാർത്ഥനാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. കാരണം ഇതൊക്കെ വെളിപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതാണ് റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താ? വെളിവാക്കപ്പെട്ട ശാസ്ത്രങ്ങൾ. ആ വെളിവാക്കപ്പെട്ട ശാസ്ത്രങ്ങളിലൂടെ പോലും നിഗൂഢമാണ് രാധാതത്വം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രേമി ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. മൂഢന്മാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അവരെല്ലാം ആ ഒരു ഭൗതികമായ വീക്ഷണകോണിൽ കൂടിയാണ്. എപ്പോഴും സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന കൃഷ്ണൻ, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ, ഒരുപാട് ഗോപികമാരോടൊപ്പം നിൽക്കുന്ന കൃഷ്ണൻ. അപ്പൊ അവരൊക്കെ നോക്കുന്നത് അതേ കാഴ്ചപ്പാടിലാണ്. ഭഗവാന്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ്? ഗോപികമാരാരാണ്? അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാൻ മൂഢന്മാർക്ക് കഴിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഹൃദയേ ധരയേ യേ ചൈതന്യ നിത്യാനന്ദ യേ സഭ സിദ്ധാന്തേ സേയിപായിബേ ആനന്ദ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഹൃദയത്തിൽ ധരിച്ചിട്ടുള്ള ഏതൊരുവനും ഈ അതീന്ദ്ര സിദ്ധാന്തങ്ങൾ കേൾക്കുമ്പോൾ ആഹ്ലാദഭരിതരാകും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഹ്ലാദം നമുക്ക് തന്നെ നമ്മൾ ചിന്തിക്കാം, ഇതൊക്കെ ശരിയാണോ? നമ്മൾ ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് നമുക്ക് ഭക്തിവൃക്ഷം എടുക്കുന്ന സമയത്ത് വിശേഷിച്ച് കേരളത്തിലെ ആൾക്കാർക്ക് ചൈതന്യ മഹാപ്രഭുവിനെയും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെയും ഒക്കെ കാരണം കേട്ടിട്ടേ ഇല്ല. നമ്മൾക്ക് ഒരു കേട്ടുകേൾവി പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചില്ല. നമ്മൾ പിന്നെ ഹരേ കൃഷ്ണ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോഴും നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ അതിനകത്ത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരുപാട് ചില പ്രഭുപാദ വിവരിച്ചിട്ടുണ്ട് ഭാവാർത്ഥത്തിൽ കൂടി. പിന്നെ അതുപോലെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന ആ ഭഗവാനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഭക്തിവൃക്ഷയുടെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാൾ പറഞ്ഞില്ല. കാരണം എന്താ? അദ്ദേഹം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ചില ആൾക്കാര്. പക്ഷെ ഉള്ളിൽ ശുദ്ധതയുള്ളവര് എന്താ പറയാ, ആചാര്യന്മാരിൽ വിശ്വാസം വേണം, ഗ്രന്ഥത്തിൽ വിശ്വാസം വേണം, ഭഗവാനിൽ വിശ്വാസം വേണം. നമ്മൾ കേട്ടിട്ടില്ല, ഭഗവാനെ കുറിച്ച് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഭഗവത്ഗീതയിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതും ശരിയാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കലിയുഗത്തിൽ അവതരിച്ചു. നമ്മുടെ കേരളത്തിലൊന്നും അല്ല അവതരിച്ചത്, ബംഗാളിലാണ്. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം അവതരിച്ചു. ശരിയാണ്, നമ്മളത് വിശ്വസിക്കണം. കാരണം അതിനെക്കുറിച്ച് ധാരാളം എന്താ പറയാ തെളിവുകളുണ്ട്, ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതൊക്കെ ആചാര്യന്മാര് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട്. പക്ഷെ അതാണ് ചിലർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കാലക്രമേണ നാമം ജപിക്കുമ്പം അവരുടെ ഹൃദയത്തിൽ ശുദ്ധത കൈവരുമ്പോൾ അവര് അത് അംഗീകരിക്കും, അത് വിശ്വസിക്കും. അപ്പൊ അതാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഹൃദയത്തിൽ ധരിക്കുന്ന ഭഗവാൻ, നമ്മള് ഹരേ കൃഷ്ണ ഹരേ രാമ, ഈ രണ്ട് ഭഗവാനെ, അതായത് കൃഷ്ണനെയും ബലരാമനെയും ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഹൃദയത്തിൽ ധരിക്കണം. എങ്ങനെയാണ് അത് ഹൃദയത്തിൽ വരിക? അതായത് യശ്ശ്രവണ മാത്രേണ ഹരി ചിത്തം സമാശ്രയേ എന്നാണ് പറയുന്നത്. അതായത് യശ്ശ്രവണ മാത്രേണ, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാൻ നമ്മുടെ ചിത്തത്തെ, നമ്മുടെ ഹൃദയത്തെ ആശ്രയിക്കും. നമ്മളാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത്, അല്ലേ? ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് ഭഗവാനെ ഞാൻ പൂർണ്ണമായും അങ്ങയെ ശരണം പ്രാപിക്കുന്നു, പൂർണ്ണമായും അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നാമം ജപിക്കുകയാണ്.
അപ്പോ നമ്മള് പക്ഷെ പിന്നെ നാരദമുനി പറയുന്നതാണിത്. അതായത് ഒരാൾ ഒരിക്കൽ നാരദമുനിയോട് ചോദിച്ചു, ഇപ്പൊ നിത്യം ഭാഗവത സേവയെന്ന് പറയുന്നല്ലോ, എങ്ങനെയാണ് എപ്പോഴും എങ്ങനെയാണ് ഭഗവാനെ ഈ സേവിക്കാൻ പറ്റുക? അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ദൈവത്തെ ഭഗവാനെ സേവിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? സദാസേവ്യ സദാസേവ്യ, എപ്പോഴും സേവിക്കണം. അത് തന്നെയാണ് നിത്യം ഭാഗവത സേവ. സദാസേവ്യ സദാസേവ്യ എന്താണ്, ഇതൊരു വാക്കുകൊണ്ട് വിട്ടുപോയി. അതായത് സദാസേവ്യ, എപ്പോഴും ഭഗവാനെ സേവിക്കുക. അപ്പൊ അങ്ങനെ സേവിക്കുമ്പോഴാ ഹരിചിത്തം, അതായത് യശ്ശ്രവണ മാത്രേണ. അപ്പൊ നമ്മൾ സേവയെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ ശ്രവിക്കുക, നമ്മൾ കീർത്തിക്കുക. അപ്പൊ നമ്മൾ ശ്രവിക്കുമ്പോഴും നമ്മൾ അങ്ങനെ അത് കേൾക്കുകയാണ്, കീർത്തിക്കുമ്പോഴും നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അതാ പഠൻ സുപഠൻ, പഠിക്കുക, നല്ല രീതിയിൽ നമ്മൾ ഗ്രഹിക്കുക. അതാണ് സുപഠൻ എന്ന് വെച്ചാൽ എന്താ? ഗ്രഹിക്കുക എന്നർത്ഥം. നമ്മുടെ മനസ്സിൽ ഉള്ളിലേക്ക് അത് പിന്നെ പ്രതിഷ്ഠിക്കുക. ഭഗവാനെ കുറിച്ചുള്ള പിന്നെ എന്താ പറയാ ആ വിശ്വാസം. അപ്പോ അത് എന്താണ്? ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ഭഗവാനെ എന്നെ ഭഗവാന്റെ സേവകനാക്കണേ എന്നാണ്. അപ്പം അത് പറയുക, അങ്ങനെ നിരന്തരമായ ഹരിനാമ ജപം, അത് സേവയാണ്. അതാണ് ഏറ്റവും വലിയ സേവ, ഭഗവാനെ കീർത്തിക്കുക. അപ്പൊ അതുപോലെ നമ്മള് ഭഗവാനെ അതാണ് സദാസേവ്യ സദാസേവ്യ. അതായത് പിന്നെ എന്താ? യശ്ശ്രവണ മാത്രേണ ഹരി ചിത്തം സമാശ്രയേ. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാൻ നമ്മുടെ ചിത്തത്തെ ആശ്രയിക്കുമെന്നാണ്. നമ്മുടെ ചിത്തം എന്ന് വെച്ചാൽ എത്ര പരിശുദ്ധിയുണ്ട് നമുക്ക്? ഒരു പരിശുദ്ധിയില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെയുള്ള ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ ഇടക്കാലത്തിനുള്ളിൽ നമ്മൾ ആർജിച്ചെടുത്ത ശുദ്ധി മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അതൊന്നും അല്ല യഥാർത്ഥ ശുദ്ധി എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആർജിച്ചു വരുന്നതേ ഉള്ളൂ, ശുദ്ധി ആർജിച്ചു വരുന്നുള്ളൂ. അപ്പം നമ്മുടെ അത് ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ ഭഗവാനുണ്ട്. ശ്രീമദ് ഭാഗവതി കഥ. ആരാണത് പറഞ്ഞത്? താങ്ക് യു വെരി മച്ച്. ഞാനിങ്ങനെ ആ ഒരു വേർഡിനെ എനിക്കിങ്ങനെ പിന്നെ ഞാനിങ്ങനെ തപ്പുമായിരുന്നു മനസ്സിൽ. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ, യശ്ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയേ. താങ്ക് യു പ്രഭു. ആരായാലും മാതാജി ആയാലും ആണോ പ്രഭു ആണോ എനിക്കറിയില്ല, തന്നത് വളരെ സന്തോഷം. അപ്പോ അതാണ്. അപ്പൊ നമ്മള് ആ ഒരു നിമിഷം തന്നെ നമ്മള് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പം നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നെന്ന് പറയുന്നെങ്കിലും ഭഗവാൻ നമ്മുടെ ഹൃദയത്തെ ആശ്രയിക്കുമെന്നാണ്. നമ്മൾ കേട്ട് കഴിയുമ്പോ തന്നെ ഭഗവാന്റെ ആ ശ്രവണം ചെയ്യുമ്പോ തന്നെ അതുകൊണ്ടാണ് നാരദമുനി പറയുന്നത് സദാ സേവിക്കുക. അല്ലാതെ ഇന്ന സമയം പ്രഭാതമെന്നോ അല്ലെങ്കിൽ ഉച്ചയെന്നോ അല്ലെങ്കിൽ പ്രദോഷമെന്നോ അങ്ങനെയൊന്നുമില്ല. ഭഗവാനെ സദാണ് ഭഗവാൻ പറയുന്ന സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി എന്നൊക്കെ ചൈതന്യ മഹാപ്രഭു ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് സദാ സേവിക്കാൻ പറ്റും ഭഗവാൻ. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ. ശ്രീമദ് ഭാഗവത കഥ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തെ അല്ലെങ്കിൽ ഭാഗവതന്മാരെ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ സദാസമയവും സേവിക്കുക. അങ്ങനെ യശ്ശ്രവണ മാത്രേണ ആ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വന്ന് സ്വയം ഭഗവാൻ നമ്മുടെ ഹൃദയത്തെ ആശ്രയിക്കും. യശ്ശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയേ, ഹരിചിത്തത്തെ ആശ്രയിക്കുന്നു എന്നാണ്. അപ്പൊ അതിനൊക്കെ ഒരുപാട് നിഗൂഢമായ അർത്ഥങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെ ഭഗവാൻ പറയത്തില്ലേ, ഭഗവാൻ ചിത്തച്ചോരനാണ്, നമ്മുടെ ചിത്തത്തെ ഹരിക്കുന്ന ആളാണ്. ചിത്തത്തെ ഹരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ചിത്തം നമ്മുടെ ഹൃദയത്തെ കവർന്നുകൊണ്ട് പോകുന്ന ആളാണ് ഭഗവാൻ, അല്ലേ? അപ്പം ഭഗവാൻ വന്ന് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭഗവാൻ വന്ന് ഓരോ വീടുകളിലും പോയി വെണ്ണ മോഷ്ടിച്ച് കഴിക്കുമ്പോഴാ എല്ലാവരും വന്ന് ഭഗവാനെ അവരൊക്കെ പുറമെ ബാഹ്യദൃഷ്ടിയ വഴക്കൊക്കെ പറയുന്നെങ്കിലും അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്നു, നമ്മുടെ വെണ്ണ മോഷ്ടിച്ചു കൊണ്ടുപോയി, എൻ്റെ ഹൃദയത്തെ കൂടി ഭഗവാൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. നമുക്ക് അത്രയും നാൾ ഉണ്ടായിരുന്ന എന്താ പറയുക അശുദ്ധി അതേപോലെ ഭഗവാൻ ഹരിച്ചു. അതാണ് ഹരി എന്നുള്ളതിനർത്ഥം, എന്ന വാക്കിനർത്ഥം എന്നാണ്. നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ അല്ലെങ്കിൽ ഇരുട്ടിനെ ഹരിക്കുന്നവൻ അല്ലെങ്കിൽ അജ്ഞതയെ ഹരിക്കുന്നവനാണ് ഹരി.
നമ്മൾ നാമം ജപിക്കും തോറും നമ്മുടെ ഇരുട്ടിൽ, നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ എന്താണ് ഇല്ലാതാക്കി പരിശുദ്ധീകരിച്ച് നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യുന്നത്. അത്രമാത്രം പരിശുദ്ധിയാണ് അതിന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഹൃദയത്തിൽ ധരിക്കാൻ പറ്റൂ. ഭഗവാനെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ട് നടക്കണം. ശ്രീ സനാതന ഗോസ്വാമി പറയുമായിരുന്നു ഭഗവാനോട്, ഭഗവാനെ എനിക്ക് ഈ ഭാഗവതം ബുക്കുകളൊക്കെ എങ്ങനെയാ ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുക, എങ്ങനെ ഇതൊക്കെ ഞാൻ കൊണ്ടു നടക്കും? അതുകൊണ്ട് എന്ത് ചെയ്യുക, ഭഗവാൻ സ്വയം ഇത് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വെളിവാക്കി തരിക. പൂർണ്ണമായും ഈ ശ്രീമദ് ഭാഗവതം മൊത്തം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ബുക്കുകളൊന്നും ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് പോകുന്നിടത്തെല്ലാം വളരെ സുഗമമായ രീതിയിൽ എനിക്ക് ശ്രീമദ് ഭാഗവതം പറയാം. അപ്പൊ അതുപോലെ തന്നെ ധരിക്കുക, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ ധരിക്കുക, ഭഗവാന്റെ നാമം ധരിക്കുക, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ഹൃദയത്തിൽ ധരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സിദ്ധാന്തം, ഈ അതീന്ദ്രിയമായ സിദ്ധാന്തം കൂടുതൽ കൂടുതൽ ആഹ്ലാദം നൽകും. അപ്പൊ നമുക്ക് സ്വയം നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇത് കേൾക്കുമ്പോൾ നാം എത്രമാത്രം ആഹ്ലാദഭരിതരാണ്, എത്രമാത്രം സന്തോഷം. നമ്മൾക്ക് നാമം ജപിക്കുമ്പോഴും ചൈതന്യ മഹാപ്രഭു പറയുന്നില്ലേ, എപ്പോഴാണ് ഭഗവാനെ അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കവേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത്. നയനം ഗളദശ്രുധാരയ, നയനം ഗളദശ്രുധാരയ, വദനം ഗദ്ഗദരുദ്ധയാഗിര. എപ്പോഴാണ് എൻ്റെ വദനങ്ങള് ഇങ്ങനെ വിറയ്ക്കുന്നത്, ചുണ്ടുകൾ വിറകൊള്ളുന്നത്? പുളകയിർ നിശിതം വപു കഥ, അങ്ങയുടെ കഥ ശ്രവിക്കുമ്പോഴാ എൻ്റെ ശരീരം എപ്പോഴാണ് രോമാഞ്ചം കൊള്ളുന്നത്? ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ അതുപോലെ തവനാമഗ്രഹണേ ഭവിഷ്യതി, എപ്പോഴാണ് അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കവേ ഇങ്ങനെയൊക്കെ എൻ്റെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഇനി എന്നാ സംഭവിക്കുന്നത്? അപ്പം അതാണ്. അപ്പൊ നമ്മള് അതൊക്കെ പരിശുദ്ധിയുടെ ലക്ഷണങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ശരീരം വിയർക്കുക, പിന്നെ അതുപോലെ രോമാഞ്ചം കൊള്ളുക, പിന്നെ ബോധക്ഷയം സംഭവിക്കുക, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുക. അപ്പൊ ഇതൊക്കെ ഇല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇതൊന്നും വരുത്തില്ല. ഇതൊക്കെ നമുക്കറിയാം, കലിയുഗമാണ്. അപ്പോ ഇതൊക്കെ വരണം. ഇതൊക്കെ വന്നില്ലെങ്കിൽ അതൊന്നും നമ്മുടെ നാമജപം എന്ന് പറയുന്നത് വളരെ മെക്കാനിക്കലാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അഗാധമായ പ്രേമത്തോടുകൂടി, വിരഹ വേദനയോടുകൂടിയാണ് ചൈതന്യ മഹാപ്രഭു നാമം ജപിച്ചത്. അപ്പൊ അദ്ദേഹം അതിന്റെയൊക്കെ ആ വികാരത്തിന്റെ, അല്ലെങ്കിൽ ആ വികാര, അതായത് സെപ്പറേഷൻ, ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ, അതായത് വേർപാടിന്റെ വേദന, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ആ ഫീലിംഗ് എപ്പോഴും രാധാറാണിയുടെ ഭാവമാണത്. രാധാഭാവമാണ് എപ്പോഴും വേർപാടിന്റെ ദുഃഖം. ആ വേദനയോടുകൂടി വേണം നമ്മുടെ മനസ്സിൽ നാമം ജപിക്കേണ്ടത്. ഭഗവാൻ എപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആ അഗാധമായിട്ടുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അതൊക്കെ കുറച്ച് സമയമെടുക്കും നമുക്ക്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു, നമ്മളിപ്പോ നാമം ജപിക്കും, ഇപ്പൊ ചിലർ വിചാരിക്കും, ഞാൻ എത്ര നാളുകൊണ്ട് നാമം ജപിക്കുന്നു. എനിക്ക് ഓരോരുത്തർക്ക് അതെല്ലാം അവരവരുടെ മനസ്സിന്റെയാണ്. നമുക്ക് എത്രമാത്രം നമ്മൾ ഭഗവാന്റെ അടുത്ത് നാമം ജപിക്കുമ്പം കണ്ണിൽ നിന്ന് കണ്ണുനീർ വരണം. അതാ മുമ്പേ പറഞ്ഞു, എപ്പോഴാണ് കൃഷ്ണ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് അങ്ങയുടെ തിരുനാമം ജപിക്കവേ. അപ്പൊ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന എപ്പോഴാണ്? നമ്മൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക, ഭഗവാന്റെ അടുത്ത് പോയി കരയും. അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഭഗവാനോടൊക്കെ പറഞ്ഞു വെച്ചിട്ട്, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഭഗവാനെ, എല്ലാം ഞാൻ അങ്ങയുടെ മുന്നിൽ ഇറക്കി വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കരയരുത്. ഇതൊന്നും അല്ല ഭക്തി. അതും ഒരു ഭക്തിയാണ്. ഒരു പക്ഷെ അങ്ങനെ ആയാൽ പോലും അവിടെയും ഭഗവാൻ അവരോട് വളരെ കാരുണ്യമുള്ളവനാണ്. ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ തന്നെ, അത് ഭഗവാൻ പറയുന്ന അതാണല്ലോ, ചതുർവിധ ഭജന്തേമ, 4 തരത്തിലുള്ള ആൾക്കാർ, ദുഃഖിതൻ, ധനകാംക്ഷി, പിന്നെ അതുപോലെ തന്നെ ജിജ്ഞാസു, ജ്ഞാനി, ഇവരൊക്കെ എൻ്റെ അടുത്ത് വരും. പക്ഷെ അവരൊക്കെ കാലക്രമേണ ശുദ്ധഭക്തരായി തീരും. അപ്പം ഭഗവാന്റെ അടുത്ത് ചെന്നാൽ മതി. അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന ലഭതേ പുരുഷം പരം. അപ്പം അകാമനായിക്കോട്ടെ, സർവകാമനായിക്കോട്ടെ, മുക്തികാമനായിക്കോട്ടെ, എല്ലാവരും ഏത് വിധത്തിലും ഭഗവാനെ പിന്തുടരണം, അല്ലെങ്കിൽ ഭഗവാന്റെ
ഭഗവാൻ നമുക്ക് തന്ന ധർമ്മങ്ങളെ നമ്മൾ പിന്തുടരണം. അതാണ് പറയുന്നത്. ഭാഗവതം ഇതൊക്കെ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഉണ്ടാകുമ്പോഴാണ് ഈ സിദ്ധാന്തം, അതായത് ഈ അതീന്ദ്രിയമായ സിദ്ധാന്തം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും, അതായത് കണ്ണിൽ കുളിരുണ്ടാകണം, മനസ്സിന് കുളിർമയുണ്ടാകും, ആഹ്ലാദഭരിതരാകും, ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം, ഓരോ നിമിഷവും ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്? സ്നേഹത്തിന്റെ, പ്രേമ പുരുഷോത്തമനാണ്. ആ പ്രേമ പുരുഷോത്തമനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രേമം നിറയണം. അതിനുള്ള പരിശുദ്ധി, യോഗ്യത നമ്മൾ കൈവരിക്കണം ഹരിനാമ ജപത്തിലൂടെ. നിത്യാനന്ദ പ്രഭു എന്ന് വെച്ചാൽ എപ്പോഴും ആനന്ദം പകരുന്നയാളാണ്. രാധാറാണി എന്ന് വെച്ചാൽ ആ ആനന്ദത്തിന്റെ എല്ലാത്തിന്റെയും നിറകുടമാണ്. നമ്മൾ ഇവരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരെയാണ് നമ്മൾ സദാസമയവും ഹരേ കൃഷ്ണ മന്ത്ര രൂപത്തിൽ നമ്മൾ കീർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെയോടാണ് അപേക്ഷിക്കുന്നത്. അവരുടെ ഭഗവാന്റെയും രാധാറാണിയുടെയും ശ്രീ ബലരാമ ഭഗവാന്റെയും ഒക്കെ സേവനത്തിൽ ഏർപ്പെടാനായിട്ട് നമുക്കൊരു അവസരം എൻഗേജ് ചെയ്യിക്കണേ. ഭഗവാനെ ഞങ്ങളെ കൂടെ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടുത്തണേ. ഭഗവാൻ നിരന്തരമായ പ്രാർത്ഥനയാണ്. ആ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ നമ്മുടെ പരിശുദ്ധി കൈവരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ നാമം കേൾക്കുമ്പോൾ, നിത്യാനന്ദ പ്രഭുവിന്റെ നാമം കേൾക്കുമ്പോൾ നമ്മൾ ആഹ്ലാദ ചിത്തരാവണം. ഏയി സഭ സിദ്ധാന്തഹായ ആമേര പല്ലവ ഭക്തഗണ കോകിലേര സർവദാ വല്ലഭ. ഈ നിഗമനങ്ങളെല്ലാം മാമരത്തിന്റെ പുതുതളിരുകൾ പോലെയാണ്. അവ ഭക്തന്മാർക്ക് എല്ലായ്പ്പോഴും പ്രിയങ്കരമാണ്. ഇപ്രകാരം അവർ കോകിലങ്ങളെ പോലെയാകുന്നു. അങ്ങനെയാണ് ഇവൻ എന്താണ്? മുഖം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരി. എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മുടന്തനു പോലും മല കയറാൻ പറ്റും. കണ്ണ് കാണാത്തവന് കാണാൻ പറ്റും. എന്ത് വേണം? നമുക്ക് അനുഗ്രഹം വേണം, ഗുരുവിന്റെ അനുഗ്രഹം. അതാണ് മൂകം. സംസാരിക്കാത്തവൻ മൂകം, സംസാരിക്കാൻ കഴിവില്ലാത്തവൻ ഊമ സംസാരിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ യാതൊരു യോഗ്യതയില്ല. ഇപ്പൊ എന്തെങ്കിലും വായിച്ചെങ്കിലും ഒരക്ഷരം പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഗുരു കൃപാ കടാക്ഷം, ഗുരു കൃപയാണ്. അല്ലാതെ വേറെ ഒരു യോഗ്യതയും നമുക്ക് ആർക്കുമില്ല. ഈവൻ നമ്മളത് ശ്രവിക്കുന്നതായാലും നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നതായാലും അതൊക്കെ ഗുരുവിന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതാണ് മൂകം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വാക്കാണ്, മൂകം കരോതി വാചാലം. മൂകനെ പോലും വാചാലനാക്കും. മിണ്ടാതിരിക്കുന്നവരായിരുന്നു നമ്മളൊക്കെ. സംസാരിക്കത്തിൽ ആവശ്യമുള്ളതും സംസാരിക്കാൻ അറിയാൻ വയ്യ, ആവശ്യമില്ലാത്തതും സംസാരിക്കാൻ അറിയാൻ വയ്യാത്തവരായിരുന്നു. പക്ഷെ കൃഷ്ണ കോൺഷ്യസി വരുമ്പോഴാണ് വാചാലമാകുന്ന. എന്താണ് കാരണം? ഭഗവാന്റെ ഗുരുവിന്റെ ഒക്കെ ഒരു നേരിയ ഒരു കടാക്ഷം ഉണ്ടെന്നൊരു വിശ്വാസം നമ്മളിലുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതമൊക്കെ യോഗ്യത ഇല്ലെങ്കിലും ഒക്കെ വായിക്കാനോ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെയാണെങ്കിലും നമുക്കൊന്നും അതിനകത്തുനിന്ന് ആന്തരികമായ അർത്ഥങ്ങളൊന്നും നമുക്ക് പറയാനോ അല്ലെങ്കിൽ നിരൂപിക്കാനോ അറിയില്ലെങ്കിലും പറഞ്ഞ വാക്കുകളെങ്കിലും എടുത്തു പറയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് പറയുന്നത്. അതായത് കോകിലങ്ങളെ പോലെ, അതായത് ഉള്ളിൽ ഹൃദയത്തിൽ ഈശ്വര ഭക്തി ഉണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോഴാണ്. അപ്പം അതാണ് മൂകം കരു, അതായത് ഊമ പോലും വാചാലനാകും. ഇവൻ കാലിന് മുടന്തുള്ളവര് പോലും മല കയറും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ അതേപോലെ ഈ നിഗമനങ്ങൾ ഭഗവാനെ കുറിച്ചും, അല്ലെങ്കിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അല്ലെങ്കിൽ രാധാറാണി, അല്ലെങ്കിൽ അവരുടെ ശക്തികൾ, അവരുടെ മാധുര്യ രസം, ഭഗവാന്റെ ലീലകൾ, ഇതെല്ലാം എന്ന് പറയുന്നത് മാമരത്തിന്റെ പുതുതളിരുകൾ പോയി. ഇപ്പൊ നമ്മൾ ഇപ്പം ഒരു ഈ മാവൊക്കെ പൂത്ത് തളിർത്ത് നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ആനന്ദം തോന്നും. ശരിയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ആ പുതുതളിരുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ആനന്ദം തോന്നും അല്ലേ? അപ്പൊ അത് വളരെ നമുക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ആ പൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തളിർത്ത് നിൽക്കുന്നു തളിരിലകള്, അത് വളരെ മൃദുലമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ആനന്ദം ഉണ്ടാകും മനസ്സിൽ. അതുപോലെ അപ്പൊ അങ്ങനെ കോകിലങ്ങൾ അത് കാണുന്ന ഉടനെ കുയിലുകള് പാടുമെന്നാണ്. അതിനും സന്തോഷം ഉണ്ടാകും. കാരണം
പിന്നെ ഈ വൃക്ഷങ്ങളും പിന്നെ എന്താണ് പക്ഷികളും തമ്മിൽ ഭയങ്കര അഗാധമായ ബന്ധമാണ്. കാരണം അവരുടെ ജീവിതം മൊത്തം അവര് വൃക്ഷങ്ങളിലാണ് കൂടുതൽ അല്ലെ, അതിനകത്ത് കൂട് കൂട്ടുക, അതിന്റെ പഴങ്ങള് പിന്നെ രുചിക്കുക, അല്ലെങ്കിൽ അതിൽ ഓടിക്കളിക്കുക. ഇപ്പൊ തന്നെ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം, ഒരുപാട് എൻ്റെ അപ്പുറത്ത് തന്നെ ഒരു മാവ് നിപ്പുണ്ട്. അതിന്റെ ചുവട്ടിൽ നിറയെ അണ്ണാൻ കിളികളുണ്ട്, അണ്ണാൻ ഉണ്ടല്ലോ, അണ്ണാൻ. അത് പിന്നെ അതുപോലെ കുറെ പക്ഷികള്, അതെല്ലാം ഇങ്ങനെ എപ്പോഴും അതാണ് അതുങ്ങളുടെ വീട്. അപ്പൊ അതാണ് അതിന്റെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ അത്ര പ്രിയങ്കരമാണ്. അപ്പൊ അതിപ്പോഴത്തേക്ക് അതുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷവും ആനന്ദവുമാണ് ഈ തളിരില് ഉണ്ടാകുമ്പോൾ. അപ്പൊ അതേപോലെ ആയിരിക്കണം ഭക്തന്മാരെന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴാ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഭഗവാനെ വഹിക്കുമ്പോഴാ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകണം. അഭക്ത ഉഷ്ട്രേര ഇതേനഹായ പ്രവേശ തപേചിത്തേഹായ മോരാനന്ദ വിശേഷ. ഒട്ടകത്തെ പോലുള്ള അഭക്തന്മാർക്ക് ഈ വിഷയങ്ങളിൽ പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വിശേഷ ആനന്ദമുണ്ട്. അപ്പം ഗ്രന്ഥകർത്താവ് പറയുകയാണ്, അതായത് ഒട്ടകത്തെ പോലുള്ള ആൾക്കാർ. നമുക്കറിയാം ഇന്നത്തെ ഭൗതിക ലോകത്ത്, കാരണം കലിയുഗം എന്ന് പറയുന്ന അത്രമാത്രം അധപ്പതിച്ച ഒരു യുഗമാണ്. കലിയുഗം നമ്മള് ബാഹ്യ വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലും എന്താ പറയാ, ഒരുപാട് ആധുനികമായിട്ടുള്ള പുരോഗതിയൊക്കെ പ്രാപിച്ചെങ്കിലും തീർച്ചയായിട്ടും എന്താ പറയാ, ആത്മീയമായിട്ട് വളരെ അധപ്പതിച്ച ഒരു യുഗമാണ്. പിന്നെ ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആൾക്കാർ നാമം ജപിക്കുകയും അത് കേട്ടും കണ്ടും അറിഞ്ഞും, ഇപ്പൊ തന്നെ നമ്മള് പിന്നെ ഓരോ ഉത്സവങ്ങൾ നടത്തുന്നു. 2 ദിവസം മുമ്പേ ജന്മാഷ്ടമി ആയിരുന്നു, ഇന്നലെ പ്രഭാത അപ്പിയറൻസ് ആയിരുന്നു. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഭക്തന്മാർ, അവര് വെറുതെ പണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു നടന്ന ആൾക്കാർ പോലും അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ സെന്റേഴ്സിലും ഈ പറഞ്ഞതുപോലെ എന്റെ ഒരു ശിക്ഷാഗുരു അവര് പറഞ്ഞ 14,000 ആൾക്കാർ പങ്കെടുത്തു എന്ന് പറഞ്ഞു അവരുടെ പരിപാടിയിൽ, ബാംഗ്ലൂർ കോറമംഗലം. അതേപോലെ പിന്നെ അവിടെ ഇന്ന് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാർ പറഞ്ഞു, 800 ആൾക്കാർ, അതുപോലെ 700 ആൾക്കാർ. അപ്പൊ അതുപോലെ നമ്മളും നമ്മുടെ ഈ ഒരു ചെറിയ എന്താ പറയാ സൗകര്യത്തില് നമ്മളും കുറച്ച് ആൾക്കാരെ വിളിച്ച് ഭഗവാന്റെയും ഗുരുവിന്റെയും പാദങ്ങളിൽ അർപ്പിച്ച് നമ്മളും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ച് ഒരു 250-ൽ കൂടുതൽ 300ഓളം ആൾക്കാർ ഇവിടെയും പങ്കെടുത്തു. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത്. അവർക്കെല്ലാം പിന്നെ കൃഷ്ണന്റെ വേഷവും രാധാറാണിയുടെ വേഷവും ഒക്കെ കെട്ടി അവര് ഒത്തിരി കുട്ടികൾ നൃത്തം ചെയ്തു. ചില കുട്ടികൾ പാട്ടുപാടി, ചിലര് പിന്നെ അവര് രാധാറാണിയുടെയും കൃഷ്ണന്റെയും ഡ്രസ് ചെയ്ത് വന്ന് അങ്ങനെ തന്നെ അവർ ആനന്ദത്തിൽ ആറാടി. അപ്പൊ അതൊക്കെ കാണുമ്പോഴാ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമാണ് അത്, നമുക്കത് പിന്നെ ഇത്രയും ആൾക്കാരെ അതിനകത്ത് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നത്. ലോകമെമ്പാടും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചതാണ്. അപ്പൊ എത്രയോ ആൾക്കാര് അപ്പൊ അപ്പം ഈ ഒരു പിന്നെ അല്ലെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അവരെല്ലാം സാധാരണ രീതിയിൽ ഒരു ദിവസം കടന്നു പോകും. പക്ഷെ ഭഗവാന്റെ ആ ഒരു ലീല സംഭവിച്ച അല്ലെങ്കിൽ അവതരിച്ച ആ ഒരു ദിനം എത്രയോ ആൾക്കാർ അതിനെ ഉൾക്കൊണ്ടു. അവര് പോലും അറിയാതാണ് അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ആനന്ദം നൽകുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവര് പോലും അറിയില്ല, അവർക്കറിയില്ല ഇതിന്റെ മഹിമ എന്താണെന്നും ഒന്നും പ്രാധാന്യം എന്താണെന്നും അറിയില്ല. അവരോട് ഇങ്ങനെയൊക്കെ വരണേ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നു, അവര് വരുന്നു, എല്ലാവരും പങ്കെടുക്കുന്നു. പക്ഷെ അവർക്കും ആനന്ദം ഉണ്ടാകുന്നു, അവരും അതിൽ പങ്കാളികളാകുന്നു, അല്ലെങ്കിൽ അവർക്കും അതിനകത്ത് ഒരു ഭാഗമാകാൻ കഴിയുന്നു, അതിനകത്ത് അവര് അഭിമാനിക്കുന്നുമുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം പക്ഷെ അല്ലാത്തവരോ, ചിലര് വിളിച്ചാലും വരത്തില്ല, ചിലര് അറിഞ്ഞാലും അറിയാത്ത പോലെ വരും. ചില ആൾക്കാർ വന്നിട്ട് പോലും പിന്നെ എന്താ പറയാ മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്കൊക്കെ കിട്ടും അതിന്റെ ഗുണം, ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആ ചൈതന്യം. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനോ അറിയാനോ ഭാഗ്യമില്ലാത്ത ഒട്ടകത്തിന്റെ പോലുള്ള, അതിനെന്താ ഒട്ടകത്തിന്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട് ഭഗവാൻ, ശ്രീല പ്രഭുപാദ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒട്ടകം മുള്ളു തിന്നും. ഇങ്ങനെ ഈ എന്തുവാ കാക്ടസ് എന്ന് പറഞ്ഞ ഒരു തരം മുള്ളുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇതിങ്ങനെ തിന്നുമ്പോഴാ ഈ മുള്ളുകൾ അതിന്റെ തന്നെ മോണയിൽ ഇങ്ങനെ വായിൽ ഇങ്ങനെ കുത്തിയിട്ട് ബ്ലഡ് വന്ന് ഇതുമായിട്ട് ചവച്ച് അത് നീരിറക്കുമ്പോഴാ
ഇത് ചിന്തിക്കും, ഓ ഈ മുള്ളിന് എന്താ ഒരു ടേസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ടേസ്റ്റ് എന്താണ്? അതിന്റെ ബ്ലഡ് ആണ്, അതിന്റെ സ്വന്തം രക്തമാണ് അത് കുടിക്കുന്നത്. ആരെങ്കിലും അവരോട് രക്തം കുടിക്കുവോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ ഓരോ മനുഷ്യരും ഈ ഭൂലോകത്ത് അവരവരുടെ പിന്നെ പ്രവർത്തികൾ കൊണ്ട്, സ്വന്തം പ്രവർത്തികൾ കൊണ്ട് അവരവര് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. സ്വന്തം പ്രവൃത്തി കൊണ്ടാണ്, അവനവന്റെ കർമ്മഫലം തന്നെയാണ് അവനവന്റെ എന്താണ് ക്ലേശങ്ങൾക്ക് കാരണം. അതിനാരും ഉത്തരവാദികളല്ല എന്ന് പറയത്തില്ലേ? അതേപോലെ ഇപ്പൊ അതാണ്, ഒട്ടകത്തിനെ പോലെ ഉള്ള അഭക്തർക്ക് അവർക്ക് ഈ വിഷയങ്ങളിൽ പ്രവേശിക്കാനേ ആവില്ല. അവർക്കാർക്കും ആത്മീയമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു പങ്കാളിയാവാനോ ഒന്നും അവർക്ക് കഴിയില്ല. പക്ഷേ അതാണ് കൃഷ്ണദാസ് കവിരാജ ഗോസം ഗ്രന്ഥകർത്താവ് പറയുന്ന എന്താ? ഞാനിതൊക്കെ പറയുമ്പോഴാ എനിക്ക് ഭയങ്കര അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഭഗവാനെ കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്, നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച്, രാധാറാണിയെ കുറിച്ച്, അവരുടെ മാധുര്യത്തെ കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പം എന്റെ മനസ്സിൽ ഒരുപാട് ആനന്ദ അനുഭൂതി ഞാൻ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഭയം മൂലം അവരോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ത്രിലോകങ്ങളിലും ഇതിനേക്കാൾ സന്തോഷകരമായ എന്താണുള്ളത്? അപ്പൊ അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അവരോടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിപ്പം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അതായത് ഇതിനകത്ത് വിശ്വാസമില്ലാത്തവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. വിശ്വാസമില്ലാത്തവർക്ക്, ഹരിനാമത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ കുറിച്ച് ഉപദേശം കൊടുക്കാൻ പാടില്ല എന്ന് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മുടെ 10 ഒഫൻസസിൽ ഒന്നതാണ്. പക്ഷേ ആചാര്യന്മാരൊക്കെ ഭയങ്കര ഭഗവാനെക്കാട്ടിൽ കാരുണ്യവാന്മാരാണ്. അവര് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കും, എങ്ങനെങ്കിലും വരണമെങ്കിൽ വരട്ടെ, എപ്പോഴാ ഒരു കൃപ ഭഗവാന്റെ കടാക്ഷം ഇവരിൽ ഉണ്ടാകുക എന്നറിയില്ലല്ലോ. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരോട് സംസാരിക്കാനേ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഒന്നും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണാവബോധം മനസ്സിലാക്കണമെങ്കിൽ വ്യവസായാത്മിക ബുദ്ധി വേണം. വ്യവസായാത്മിക ബുദ്ധി രേഖേക കുരുനന്ദന ബഹുശാഖാഹി അനന്തശ ബുദ്ധയോ അവ്യവസായിനാം എന്നാണ് പറയുന്നത്. കാരണം വ്യവസായാത്മിക ബുദ്ധി ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ബുദ്ധിയാണ് വ്യവസായാത്മിക ബുദ്ധി. ആ ബുദ്ധി ഏറ്റവും, അപ്പം ബുദ്ധിയുണ്ട്, മേധയുണ്ട്, വിവേകമുണ്ട്. ബുദ്ധി, വിവേകം, മേധ, അപ്പൊ ഇങ്ങനെ പലതരത്തിലാണ് അതിന്റെ തലങ്ങള്. അപ്പം അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലമാണ് വ്യവസായാത്മിക ബുദ്ധി. അത് എന്താണ് ആ ബുദ്ധി എന്ന് പറയുന്നത്? ഭഗവാനെ ഒരൊറ്റ കേന്ദ്ര ബിന്ദു, ഭഗവാൻ എന്നുള്ള ആ ഒരു ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിനെ ചുറ്റിപ്പറ്റി മാത്രം ചിന്തിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. അതാണ് ഏകേക കുരുനന്ദന. അല്ലയോ അർജുന, കുരുനന്ദന, ഏകേക, ഞാൻ മാത്രമായിരിക്കണം. എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്? കാരണം നമുക്കിതൊന്നും അറിയില്ല. ഞാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, ഭഗവാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും? ആർക്കറിയാൻ പറ്റും പരമദിവ്യോത്തമ പുരുഷൻ ആരാണെന്ന്? അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇത്രമാത്രം കൺഫ്യൂഷൻ. ആർക്കാണ് കൂടുതൽ ശക്തി, ആർക്കാണ്, ഏത് ദൈവമാണ് ശക്തിമാൻ? ഇതെല്ലാവരും ഒന്നല്ലയോ? ഇതെല്ലാം ഒന്നാ. പിന്നെ ഈശ്വരന് രൂപമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് നിരാകാരനാണ്, പരമസത്യമാണ്, നിരപേക്ഷ സത്യമാണ്, നിർഗുണ ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്. അങ്ങനെ പല രീതിയിൽ പല തരത്തിൽ ആൾക്കാർ ഈശ്വര സങ്കല്പത്തെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് എന്താണ് അപ്പം ചിലര് സംശയത്തോടെ ഇതൊക്കെ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചിലര് സംശയത്തോടെ വീക്ഷിക്കും, ഇതൊക്കെ സത്യമാണ്, അതെങ്ങനെ ഇതൊക്കെ സത്യമാകാൻ പറ്റുന്നത്? എങ്ങനെ ഒരാളിന് പിന്നെ പരമദിവ്യോത്തമ പുരുഷനാന്ന് സ്വയം പറയാൻ പറ്റുന്നത്? അപ്പൊ ആ രീതിയിലൊക്കെയാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ അവർക്ക് ത്രിലോകങ്ങളിലും ഇതിന് അവർക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് സന്തോഷം കിട്ടത്തില്ല. പക്ഷെ ഇതിൽ പരം സന്തോഷമുള്ള കാര്യം വേറെ എന്തുണ്ട്? അതാണ് ഗ്രന്ഥകർത്താവ് ചോദിക്കുന്നത്. ഇതിൽ പരം സന്തോഷം ത്രിലോകങ്ങളിലും ഇതിനേക്കാൾ സന്തോഷകരമായ എന്താണുള്ളത്? നമുക്ക് എന്തെങ്കിലും ഉണ്ടോ സന്തോഷമുള്ളത്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന സന്തോഷം എന്നൊക്കെ പറയുന്ന ടെമ്പററി ആണ്, ക്ഷിപ്രമാണ്.
നമുക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള സന്തോഷം അത് വളരെ തുച്ഛമാണ്. അതാണ് എന്താ കടലിലെ സമുദ്രം അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത്. അതും ആ സമുദ്ര തീരത്തുള്ള ഒരു പശുവിൻ കിടാവിന്റെ കുളമ്പടിയിൽ പതിഞ്ഞ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം, ഭഗവത് ഭക്തി അല്ലെങ്കിൽ ഭഗവത് പ്രേമം, അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്ന അമ്പുതിയാണ്, അത് വർദ്ധിച്ചു വരുന്നതാണ്, അത് അത്രമാത്രം അഗാധമാണ്. പക്ഷേ ഭൗതിക ലോകത്ത് ആൾക്കാർ ഈ നെട്ടോട്ടം ഓടുന്ന എന്തിനു വേണ്ടിയാണോ കിട്ടുന്ന ഭൗതിക സന്തോഷം എന്ന് പറയുന്നത്, അത് ഒരു പശുവിൻ കിടാവിന്റെ കുളമ്പടിക്കുള്ളിൽ ഒതുങ്ങുന്ന ജലത്തെ പോലെ തുച്ഛമാണ്. അത് നമ്മൾ എന്താണ് മഹാസമുദ്രവുമായിട്ട് കമ്പയർ ചെയ്യും. മഹാസമുദ്രം എന്താണ്? അത് ആത്മീയതയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ആനന്ദം. ഒരു പശുവിൻ കിടാവിന്റെ കുളമ്പടിക്കുള്ളിൽ നിറയുന്ന വെള്ളം എന്ന് പറയുന്നത് ഭൗതിക സന്തോഷമാണ്. ശ്ലോകം 237. അതയേവ ഭക്തഗണേ കരി നമസ്കാര നിശങ്കേ കഹിയേ തരഹൗക് ചമത്കാര. അതിനാൽ ഭക്തന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചതിനു ശേഷം അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ശങ്ക കൂടാതെ പറയാം. അദ്ദേഹം പലതരത്തിൽ അനലൈസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഞാൻ ഇത് അവതരിപ്പിക്കേണ്ടത്? പുറമേ ഇത് വളരെ, ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് വളരെ നിഗൂഢമാണ്, വളരെ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്. ഏറ്റവും രഹസ്യമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഞാൻ പറയാം. കാരണം എന്താണ്? സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ മനസ്സിലാക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഞാൻ വേണ്ടി പറയാം. പിന്നെ ഈ എന്താ പറയാ, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതെല്ലാം വളരെ സംതൃപ്തിയേകുന്നതാണ്, സന്തോഷം അരുളുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ അതുപോലെ സാധാരണ ഭൗതികവാദികൾ എന്ന് വെച്ചാൽ അവർ ഒട്ടകങ്ങളെ പോലെയാണ്. പിന്നെ അവരുകൊണ്ട് ഭയത്തോടു കൂടിയാണെങ്കിലും ഞാൻ അവരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ഈ ഭൗതിക ത്രിലോകങ്ങളിൽ വെച്ച്, ത്രിഭുവനെ, ഈ 3 ലോകങ്ങളിൽ വെച്ച് ഇതിൽ പരം സന്തോഷം കിട്ടുന്ന എന്താ ഉണ്ട്? അതുകൊണ്ട് ഞാൻ എല്ലാ ഭക്തന്മാർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചിട്ട് ഞാൻ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി, അതാണ് ഭക്തന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ശങ്ക കൂടാതെ, ഒരു സംശയം കൂടാതെ ഈ എന്താ പറയാ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങളെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. കൃഷ്ണേര വിചാരയേഖ ആചായേ അന്താരേ പൂർണ്ണാനന്ദ പൂർണ്ണരസരൂപ കഹേ മോരേ. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ എല്ലാ രസങ്ങളും നിറഞ്ഞ സമ്പൂർണ്ണ പരമാനന്ദമാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത്, ഞാൻ എല്ലാ എന്താണ്, ഞാൻ രസവിഗ്രഹ, ചൈതന്യ രസവിഗ്രഹ, എല്ലാ രസങ്ങളുടെയും എന്താ പറയാ കേന്ദ്രീകൃത രൂപമാണ് ഭഗവാൻ, എല്ലാവിധ രസങ്ങളുടെയും. അപ്പൊ എല്ലാ രസങ്ങളും നിറഞ്ഞ ആളാണ്, സമ്പൂർണനാണ്, പരമാനന്ദമാണെന്ന് എല്ലാവരും പറയുന്നു എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. ആമഹൈതേ ആനന്ദിത ഹയ ത്രിഭുവന അമാഹേ ആനന്ദ ദീപേ ഐചേ കൊഞ്ചന. ത്രിഭുവനങ്ങൾക്കും എന്നിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നു, എനിക്ക് ആനന്ദം നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആനന്ദാംബുതി വർദ്ധനം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എന്റെ നാമം ജപിക്കുമ്പോഴാ, എന്നെ കാണുമ്പോഴാ, എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ, എന്റെ രൂപം, ലീല, ഗുണങ്ങള്, എന്റെ കീർത്തി, ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോ എല്ലാവർക്കും ആനന്ദം ഉണ്ടാകുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയാണ് ആനന്ദം കിട്ടുക? കൽക്കണ്ടത്തിന്റെ ഉദാഹരണം പറയുന്ന അതാണ്. കൽക്കണ്ടം എന്ന് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ 4 വശത്തു നിന്ന് ഉറുമ്പ് വന്ന് അതിനെ കഴിക്കാൻ തുടങ്ങും, അതിനെ രുചിക്കാൻ തുടങ്ങും, ആ രസത്തെ അത് ഗ്രഹിക്കാൻ തുടങ്ങും. പക്ഷേ കൽക്കണ്ടത്തിന് അറിയില്ല. പക്ഷെ അതിന്റെ എല്ലാ വശത്തും നിന്നും ഒരേപോലെ മധുരമാണ്, ഒരേ മധുരമാണ് എല്ലാ ഭാഗത്തും. പക്ഷെ കൽക്കണ്ടത്തിന് അറിയില്ല അതിന് എത്രമാത്രം മധുരം ഉണ്ടെന്ന്. അത് തന്നെ ആർക്കും, എടാ ഇതെന്താ ഇത്രയും ഉറുമ്പുകൾ വന്ന് എന്നെ പൊതിയുന്നതെന്ന്, എന്താണ് എൻ്റെ സവിശേഷത? അതേപോലെയാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എല്ലാവർക്കും ആനന്ദം കിട്ടുന്നു, എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആനന്ദാഭൂതി വർധനമാണ്. എന്റെ നാമം ജപിച്ചാൽ പോലും അവർക്ക് സന്തോഷം. എന്നെ കാണുമ്പോഴേ, എന്റെ ലീലകൾ വർണ്ണിക്കുമ്പോ, എന്റെ എന്താ പറയാ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇതെല്ലാം അവർക്ക് ആനന്ദം കിട്ടുന്നു. പക്ഷെ എനിക്ക് ആരാണ് ആനന്ദം തരുന്നത്? അപ്പം
അതാണ്. അപ്പൊ എനിക്ക് ആനന്ദം നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആമഹൈതേ യാരഹയ ശത ശതഗുണ സേജന ആഹ്ലാദിതേ പാരേ മോരമാന. എന്നേക്കാൾ 100 ഇരട്ടി അധികം ഗുണങ്ങളുള്ള ഒരുവൻ എന്റെ മനസ്സിന് ആഹ്ലാദം നൽകാൻ കഴിയും. അപ്പം എന്നേക്കാട്ടിൽ 100 ഇരട്ടി ഗുണമുള്ള ആരാണ്? ആ ആളിന് എന്റെ മനസ്സിന് ആഹ്ലാദം നൽകാൻ കഴിയും. അപ്പൊ ഭഗവാൻ അങ്ങനെ ഒരാളിനെയാണ് അന്വേഷിക്കുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ആനന്ദം, പക്ഷെ എന്റെ മനസ്സിന് എങ്ങനെയാണ് ആഹ്ലാദം തരുന്നത്? ആരാണ് ആഹ്ലാദം തരുന്നത്? അപ്പൊ എന്റെ മനസ്സിന് ആഹ്ലാദം തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആമഹൈതേ ഗുണീബദ ജഗതീയ സംഭാവ ഏകലീരാധാദേഹതഃ കരി അനുഭവ. എന്നേക്കാൾ യോഗ്യതയുള്ള ഒരുവനെ ലോകത്തിൽ കണ്ടെത്തുക അസാധ്യമാണ്. പക്ഷെ എനിക്ക് സന്തോഷം നൽകാൻ കഴിവുള്ള ഒരാളുടെ സാന്നിധ്യം രാധയിൽ മാത്രം എനിക്ക് അനുഭവപ്പെടുന്നു. ഭഗവാന്റെ നിഗമനം അതാണ്. അപ്പം എന്നേക്കാട്ടിൽ യോഗ്യത ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്, ആചാര്യന്മാരും പറയാറുണ്ട്, ശാസ്ത്രങ്ങൾ പറയാറുണ്ട്, എന്നേക്കാട്ടിൽ ഉന്നതമായ ഒരു സത്യമില്ല. മത്ത പരതരം ജ്ഞാന്യാത്. എന്നേക്കാൾ ഉപരിയായ ഒരു സത്യമില്ല. മത്ത പരതരം ജ്ഞാന്യാത് കിഞ്ചിദസ്തി ധനഞ്ജയ സൂത്രേ മണിഗണ ഇവ. അതിനടുത്തിരി പോയിട്ടുണ്ട്. അപ്പം അതായത് എല്ലാം നൂലിൽ കോർത്തിരിക്കുന്നത് പോലെ, ഒരു നൂലിൽ മുത്തുമണികൾ കോർത്തിരിക്കുന്നത് പോലെ എല്ലാം എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ ഉപരിയായിട്ടുള്ള ഒരു സത്യമില്ല. അപ്പൊ എന്നെക്കാട്ടിൽ യോഗ്യനായ ഒരാളെ ഈ ലോകത്തിൽ കണ്ടെത്തുക അസാധ്യമാണ്. ഞാനാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള, ഏറ്റവും പരിപൂർണനായിട്ടുള്ള, അതായത് ഭഗവാൻ എല്ലാ എന്താ പറയാ ഐശ്വര്യങ്ങളുടെയും, ഷഡ് ഐശ്വര്യങ്ങളുടെ എല്ലാറ്റിന്റെയും ഉടമയാണ്. ഈ ഭൗതിക ലോകവും ആത്മീയ ലോകവും എല്ലാ ലോകങ്ങളും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഭഗവാന് ഉപരിയായിട്ടൊരു സത്യമോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നുമില്ല. അപ്പം പക്ഷെ എനിക്ക് സന്തോഷം നൽകാൻ കഴിവുള്ള ആരാണ്? അതാണ് പറയുന്നത്, ആ ഒരാളിന്റെ സാന്നിധ്യം രാധയുടെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പം ഈ ലോകത്ത് വേറെ ആർക്കും എനിക്ക് സന്തോഷം തരാൻ കഴിയില്ല. കാരണം രാധാറാണി ആരാണ്? ഭഗവാന്റെ തന്നെ ശക്തി. അതായത് ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, അഭിന്നത്വം, യാതൊരു വ്യത്യാസവും ഇല്ല അവര് തമ്മിൽ. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം രാധാറാണി തന്നെ ഇപ്പം ലക്ഷ്മി ദേവിയുണ്ട്, പിന്നെ അതുപോലെ രാജകുമാരിമാരുണ്ട്, അതുപോലെ ഈ ബ്രജ കന്യകമാരുണ്ട്. അപ്പൊ അതിനകത്തേക്കും എല്ലാരെയും ഇപ്പൊ നമ്മള് ഭഗവാൻ ഇപ്പം ഇവരെയൊക്കെ നോക്കുമ്പോഴാ ഇപ്പം വ്രജവനത്തില് അല്ലെങ്കിൽ വൃന്ദാവനത്തില് ഭഗവാൻ വസിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഗോപികമാരുമായിട്ട് ഭഗവാനും ബന്ധങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ഗോപികമാരുമായിട്ടുള്ള ആ ഭഗവാന്റെ ആ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ആ കുട്ടി പ്രായത്തില് ഭഗവാൻ അവരുമായിട്ടെല്ലാം വളരെ വലിയ ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാം സഖികളായിരുന്നു ഭഗവാൻ. പക്ഷെ അവരിലെ ഏറ്റവും മെച്ചപ്പെട്ട സഖി എന്ന് പറയുന്നത് രാധാറാണിയായിരുന്നു. അപ്പൊ ഈ രാധാറാണി, അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുണ്ട്, അതുപോലെ തന്നെ ഈ രാജകുമാരിമാര്, ദ്വാരകയിൽ ഭഗവാന്റെ രാജകുമാരിമാര്, പിന്നെ അതുപോലെ ഈ ഗോപി കന്യകമാര്. അപ്പൊ ഇവരിൽ എല്ലാവരിലും വെച്ച് ഭഗവാന്റെ പിന്നെ അന്തരംഗ സഖി എന്ന് പറയുന്ന ആരാണ്? ശ്രീമതി രാധാറാണിയാണ്. അപ്പം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് എല്ലാത്തിന്റെയും ഫൗണ്ടൻ ഹെഡ്, അല്ലെ? നമുക്കറിയാം എല്ലാത്തിന്റെയും ഫൗണ്ടൻ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഉന്നതനായിട്ടുള്ള ആളെന്ന് പറയുന്ന ഭഗവാനാണ്. അപ്പൊ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ പക്ഷെ രാധാറാണി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വ്രജകന്യകമാരായാലും രാജ്ഞിമാരായാലും ലക്ഷ്മി സഹസ്രക്കണക്കിന് ലക്ഷ്മിമാരുണ്ടായാലും അല്ലെങ്കിൽ രാധയോട് ഞാൻ സംസാരിക്കുമ്പം, അല്ലെങ്കിൽ രാധാറാണി എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ പോലും അറിയാത്ത ഒരു എന്താ പറയാ ഒരു സന്തോഷം, ആനന്ദം എന്നിൽ നിറയുന്നു.
അതാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ രഹസ്യ കാരണങ്ങളാണ്. ഭൗതിക ലോകത്ത് കലിയുഗത്തിലെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കാനുള്ള കാരണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രാധാറാണി ആണ് എല്ലാത്തിൻ്റെയും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ആ രാധാഭാവത്തിലാണ് ഭൂമിയിൽ വന്നത്. രാധാഭാവം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? രാധാറാണിക്ക് എത്രമാത്രം സ്നേഹവും ആദരവും, പിന്നെ അതുപോലെ തന്നെ ദേഷ്യം വരുമ്പം രാധാറാണി നല്ലതുപോലെ ഭഗവാനെ വഴക്ക് പറയും. വളരെ എന്താ പറയാ, കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച് തന്നെ ഭഗവാനെ പറയും. പക്ഷെ അന്നേരമൊക്കെ ഭഗവാൻ അതൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷെ രാധാറാണിയുടെ ഉള്ളിലെ സ്നേഹം എന്താണ്? അത് ഭഗവാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഈ ദേഷ്യപ്പെട്ടൊക്കെ പറയുമെങ്കിലും ഭഗവാൻ അനുഭവിക്കുന്നു. രാധാറാണിയുടെ ആ സാന്നിധ്യത്തിൽ തന്നെ കിട്ടുന്ന ആ സന്തോഷം, ആനന്ദം. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിൽ അവതരിച്ചത്. കാരണം രാധാറാണിയായിട്ട് ഭൂമിയിലേക്ക് വരാൻ ഉള്ള ശക്തി ഭഗവാൻ പറയുന്നുണ്ട്, അത് നിനക്കില്ല. അപ്പൊ നിന്റെ ഭാവം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ തന്നെ ഭൂമിയിലേക്ക് പോകാം. രണ്ടുപേരുടെയും സംയുക്തമായിട്ടുള്ള അവതാരമായിട്ട് ഞാൻ ഭൂമിയിലേക്ക് പോകാം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? എനിക്കത് ആസ്വദിക്കണം. ആ ഒരു പ്രേമവികാരം എനിക്ക് ആസ്വദിക്കണം. അതിലുപരി എനിക്ക് യുഗധർമ്മം പരിപാലിക്കണം. അതിലെല്ലാം ഉപരി എന്താണ്? ഒരു ഭക്തൻ എന്ന നിലയിൽ എങ്ങനെയായിരിക്കണം? ഒരുപാട് കാരണങ്ങൾ ഇതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ ഭൗതിക ലോകത്തുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കണം? ഒരു ഭക്തൻ ഭഗവാന്റെ തിരുനാമം ജപിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം ഭഗവാനെ സേവിക്കേണ്ടത്? അപ്പൊ അതെല്ലാം എനിക്ക് ഭൗതിക ലോകത്തെ ഇന്നത്തെ കലിയുഗത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുക്കണം. കാരണം ഞാൻ അവരെ കുറിച്ച് എന്താണ്, എനിക്ക് അവരെ കുറിച്ചും വേദനയുണ്ട്. കലിയുഗത്തിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അദ്വൈതാചാര്യ പ്രാർത്ഥിച്ചത്, ഭഗവാൻ എന്നെ കൊണ്ടൊന്നും ഇവരെ ആരെയും ആത്മീയ കാര്യങ്ങളിലൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ വരണം. അപ്പൊ അവരെയൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുപോകണം, എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അതിന് ഭഗവാന് ശാശ്വതമാണ് ഭഗവാന്റെ അവതാരം, ചൈതന്യ അവതാരം. എങ്കിൽ പോലും ഭഗവാൻ കലിയുഗത്തിന്റെ ആരംഭത്തിൽ അത് വളരെ നിഗൂഢമായിട്ട് തന്നെയാണ് ശാസ്ത്രങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 അവതാരങ്ങളും മറ്റുള്ള അവതാരങ്ങളെല്ലാം പറയുന്നെങ്കിലും 11ാമത്തെ സ്കന്ധത്തിലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്രഭാഷതം യജ്ഞൈ സങ്കീർത്തനപ്രായ രജന്തിഹി സുമേധസഹ. ബുദ്ധിയുള്ള ആൾക്കാര്, വിവേകശാലികളായിട്ടുള്ള ആൾക്കാര്, ആയിട്ടുള്ള ആൾക്കാര്, അതുപോലെ വ്യവസായാത്മിക ബുദ്ധിയുള്ള ആൾക്കാര് എപ്പോഴും ഭഗവാന്റെ സങ്കീർത്തനത്തിൽ, കലിയുഗത്തിലെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തുടങ്ങി വെച്ച ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ പങ്കാളികളാവും എന്ന് അദ്ദേഹം പ്രവചിച്ചത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആണോ? ഹരേ കൃഷ്ണ പ്രഭു. ആൾക്കാർ കുറഞ്ഞു വരുന്നല്ലോ ഇപ്പം, എന്തു പറ്റി? നമ്മുടെ ക്ലാസിന്റെ ഗുണമേന്മയാണോ? ആൾക്കാർ വളരെ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഹരേ കൃഷ്ണ മാതാജി, എല്ലാരും ഇന്ന് ജന്മാഷ്ടമി കഴിഞ്ഞ പ്രഭുപാദ ദർശനം കഴിഞ്ഞ ക്ഷീണമാണെന്ന് തോന്നുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാം. വളരെ മനോഹരമായ ക്ലാസ് ആണ് മാതാജി, ഗംഭീരം, നന്നായിരുന്നു. വളരെ നന്ദിയുണ്ട് മാതാജി. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മാതാജിയുടെ ക്ലാസ് ഇനിയും വേണം മാതാജി. വൈകുന്നേരത്തെ സമയം പലർക്കും ക്ലാസ് ഉള്ള സമയവും ജോലിയുള്ള സമയമാണ്. പലരും യൂട്യൂബിൽ കറക്റ്റ് അത് ഫോളോ ചെയ്യുന്നു. യൂട്യൂബ് ഈ ക്ലാസ് മലയാളത്തിൽ അവൈലബിൾ അല്ല. ചൈതന്യ ചരിതാമൃതം പ്രത്യേകിച്ച് മലയാളത്തിൽ അവൈലബിൾ അല്ല മാതാജി. അതുകൊണ്ട് മലയാളം വേണമെന്നുള്ള ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ റെഗുലർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അതാ നമ്മുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. കാരണം നമ്മളിപ്പോ ഉള്ള ആൾക്കാരെക്കാളും ഭാവിയിൽ ചൈതന്യ ചരിതാമൃതം മലയാളത്തിൽ കേൾക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിരുന്ന് ഒരുക്കുകയാണ് നമ്മൾ ഭഗവാന്റെ കൃപയാൽ മാതാജിയുടെ ഒക്കെ കാരണം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി മാതാജി ആള് കുറഞ്ഞു എന്ന് വിചാരിക്കരുത്. അല്ല പ്രഭു, ഒരാളായാലും ഞാൻ വെച്ച് ക്ലാസ് എടുക്കും. ഞാൻ അങ്ങനെയായിരുന്നു, ഒരാളായാലും മതി എന്ന് പറയും. ചില പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ആണെങ്കിൽ ഒരാള്, അല്ലെങ്കിൽ ചുവരിന് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേരൊക്കെ
ആൾക്കാർ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ കുറഞ്ഞത് എന്ന് ചോദിച്ചതേ ഇന്ന് ഉള്ളൂ. ഇപ്പൊ ലൈവായിട്ട് 14 പേരുണ്ട് മാതാജി. ഉണ്ട്. മാതാജി അത് ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഫോളോ ചെയ്തിട്ട് കാണുമ്പോൾ സംസാരിക്കാറുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെയും ചൈനവറവിന്റെയും മാതാജിയുടെ ഒക്കെ കാരണം കൊണ്ട് പ്രോഗ്രാം സക്സസ് ആണ്. ഇനിയും ചെയ്യാൻ നമുക്ക് കഴിയട്ടെ മാതാജി. തീർച്ചയായിട്ടും മാതാജിയുടെ ഒക്കെ ഗംഭീര ക്ലാസ് ആരാ കേൾക്കാത്തത്? ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യും. പ്രഭുവിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എപ്പോഴും. ഹരേ കൃഷ്ണ. ഞങ്ങൾക്ക് ഈ സർവീസ് വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാജി. താങ്ക് യു. ജന്മാഷ്ടമി ആശംസകൾ നേരത്തെ അറിയിച്ചില്ല. പ്രഭാത അപ്പേരൻസിന്റെ ആശംസകൾ. നന്ദി മാജി. താങ്ക് യു. സെയിം ടു യു പ്രഭു. ഹരേ കൃഷ്ണ. സെയിം ടു യു. നന്ദി മാജി. വളരെ നന്ദി. ശ്രീല ഗുരുദേവ് കി ജയ്. പ്രഭുപാദ് കി ജയ്. ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരാജ് കി ജയ്.